നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ് ആത്മരതി അടയുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. എക്സിറ്റ് പോളുകളെല്ലാം NDA അധികാരം ഉറപ്പിക്കുമെന്ന് പറയുമ്പോഴും ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് എന്ന ധാരണയിൽ കോൺഗ്രസ് കഴിയുകയാണ്. ട്രോളന്മാർ പറയും പോലെ തന്നെ രാഹുൽ ഗാന്ധി എന്നും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല. ഇന്ത്യ സഖ്യത്തിന്റെ പേരിൽ കെജ്രിവാൾ, ലാലു പ്രസാദും മകനും, അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ, സ്റ്റാലിൻ, യെച്ചൂരി, ആനി രാജ എന്തിനേറെ പറയുന്നു, നമ്മുടെ പിണറായി വിജയൻ പോലും പ്രധാനമന്ത്രി പദവും സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപപ്രധാനമന്ത്രി ആയാൽ മതിയാവും. ഭാവി പ്രധാനമന്ത്രി പദം രാഹുൽ ഗാന്ധി ആർക്കും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിൽ മറ്റാർക്കും ഇതൊന്നും സ്വപ്നം കാണാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ മേൽപ്പറഞ്ഞവരുടെ മനോവ്യാപാരവുമായി യാഥാർത്ഥ്യത്തിന് പുലബന്ധം പോലുമില്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ഓഹരി വിപണിയും ഉണർന്നു കഴിഞ്ഞു. റെക്കോർഡ് ഉയരത്തിലാണ് ഓഹരി സൂചികകൾ ഇന്ന് വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 3.55% ഉയർന്ന് 76,000 പോയിന്റ് കടന്നു. നിഫ്റ്റി 4% ഉയർന്ന് 23,338.7 എന്ന റെക്കോർഡിലേക്ക് എത്തി. വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. എന്നാൽ ആകാശത്തെ അമ്പിളിമാമനെ നോക്കി കുരയ്ക്കുന്ന നായയെ പോലെ പ്രതിപക്ഷം ഓരിയിട്ടുകൊണ്ടേയിരിക്കുകയാണ്.